ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 7-ാം വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ അമ്പരന്ന് പോകുന്ന ചില നിമിഷങ്ങൾ കടന്നു വരാറുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രത്യേക അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം വല്ലാതെ ഭയപ്പെട്ടു പോകും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞാൻ എവിടെയാണ് പോകേണ്ടത്? അടുത്ത നിമിഷം എന്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. താങ്ങാനാവാത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, സഹിക്കുവാൻ കഴിയാത്ത നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കടബാധ്യത കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുമ്പോൾ, ചില വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ചില രോഗങ്ങൾ ഭാരപ്പെടുത്തുമ്പോൾ നാം അമ്പരന്ന് പോകാറുണ്ട്, ഭയപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ വചനം പറയുന്നു, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. പ്രാർത്ഥനയോടെ ഈ പുതിയ ദിനം നാം ആരംഭിക്കുമ്പോഴും ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യേ ആരെങ്കിലും അമ്പരന്ന് നിൽക്കുന്നുവെങ്കിൽ ഈ വചനത്തെ ഏറ്റെടുക്കുക. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയട്ടെ. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല, ഭയപ്പെട്ടു പോവുകയില്ല. നമുക്ക് ധൈര്യത്തോടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം. പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്നലെ ഈ ഭൂമിയിൽ പാർത്ത അനേകം പേർ ഇന്ന് ഈ ലോകത്തില്ല. എന്നാൽ ഒരു ദിനം കൂടെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അമ്പരന്ന് നിൽക്കുന്ന ധാരാളം നിമിഷങ്ങൾ, ധാരാളം അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത്? അടുത്ത നിമിഷം എന്ത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. വചനത്തിലൂടെ ഞങ്ങളൊന്ന് ധൈര്യപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് ഞങ്ങളും ധൈര്യത്തോടെ ഏറ്റുപറയുന്നു. ഇനി ജീവിതയാത്രയിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല എന്ന് ധൈര്യത്തോടെ ഏറ്റുപറയാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. ഇന്നത്തെ അധ്വാനങ്ങളിലും പ്രവൃത്തികളിലൊക്കെയും കർത്താവ് കൂടെ ഇരിക്കണമേ. സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ദൈവം നിയന്ത്രിക്കണമേ. ഇടപെടുന്ന മേഖലകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം പകരണമേ. പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. അമ്പരന്ന് നിൽക്കുന്ന പലരുമുണ്ട്. കർത്താവ് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കർത്താവ് നൽകണമേ. രോഗികൾക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വചനത്തിലൂടെ അനുഭവിക്കുന്ന ബലം,
മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തായി തീരുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.